സൂസൻ മെഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സെക്കൻഡ് വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അടുത്ത രണ്ട് ഗാനങ്ങളും നല്ല ഈ ആഴ്ച തട്ടിക്കൂട്ടിയ പാട്ടുകളൊക്കെയാണ്. ഇത് ഇങ്ങനെ പാടിത്തരായിരുന്നാലെ കൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് പാടി നോക്കണം, അല്ലെ എഴുതി വെക്കണം, അല്ലെ വാട്സപ്പിൽ വോയിസായിട്ട് പാടിയിടണം. പിന്നെ വാട്സപ്പ് പണി മുടക്കുമ്പോൾ മൊത്തം പോകും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനങ്ങ് പാടി തന്നേക്കാം എന്ന് വിചാരിച്ചു. അപ്പം നമ്മളെ ഒരുപാട് ആപത്തർദ്ദങ്ങൾ കർത്താവ് വിടുവിച്ചോട്ടെ. എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ അനേക സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. വാഹനാപകടങ്ങളെ, അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളെ, മഹാമാരി, പേമാരി, സുനാമി, അങ്ങനെ പിന്നെ നമ്മുടെ വീട് തന്നെ ഒരു ഡേഞ്ചർ സോണാണ്. നമ്മുടെ അടുക്കളയെന്ന് പറയുമ്പോൾ കിച്ചൺ പറയുമ്പോൾ നമുക്കറിയാം, അവിടെ ഫ്രിഡ്ജുണ്ട്, വാഷിംഗ്, പിന്നെ ഗ്യാസുണ്ട്, എന്തെല്ലാം ഉണ്ട്, കുക്കറുണ്ട്. ഇതൊക്കെ ഈ അപകടങ്ങളിലൊക്കെ ഓരോരുത്തർ അനേകർ മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ കർത്താവ് ഇതിൽ നിന്നൊക്കെ നമ്മളെ വിടിവിച്ച് കാത്തു സൂക്ഷിച്ച് ഓരോ ദിവസവും പരിപാലിച്ച് 2024 ലാസ്റ്റ്, ഇനിയും വരെ 2 ദിവസങ്ങൾ പോലും ഇല്ല 2024 നമ്മളെ വിട്ട് കടന്നു പോകാൻ. ഇന്നുവരെയും നമ്മളെ കർത്താവ് സൂക്ഷിച്ചു. അനേകർക്ക്, എന്നെ കേൾക്കുന്ന അനേകർക്ക് സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. ഓരോ അപകടങ്ങളും കർത്താവ് വിടുവിച്ച അനുഭവങ്ങൾ പറയാനുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷമാണ് തോന്നി ഞാനൊരു യാത്ര പോയി. എനിക്ക് ആറന്മുളയ്ക്കടുത്ത് കിടങ്ങുന്നൂർ എൻ്റെ വീടായതുകൊണ്ട് തന്നെ എന്നെ പേഴ്സണലി അറിയുന്ന അനേകർ കിടങ്ങുന്നൂർക്കാരെല്ലാം എൻ്റെ പാട്ട് കേൾക്കുന്നുണ്ട്. അവർക്കൊക്കെ ഞാൻ പറയുന്ന സ്ഥലം അറിയാമെങ്കിലും ഞാൻ സ്ഥലം പറയുന്നില്ല. ഞാൻ ഇതുപോലെ യാത്ര പോയി. അപ്പോൾ തിരിച്ച് വരണമെങ്കിൽ ഒരു പഞ്ചായത്ത് റോഡാണ്. പിന്നെ അവിടെ ഓട്ടോറിക്ഷ, ബസ് സൗകര്യം, ബസ് റൂട്ടല്ല, കാലി ഓട്ടോ അങ്ങനെ കിട്ടാറില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു 1/2 കിലോമീറ്റർ മുകളിലോട്ട് ചെന്നിട്ട് മെയിൻ റോഡ്, അവിടെ ജംഗ്ഷനാണ്, അവിടെ ചെന്ന് ഓട്ടോറിക്ഷ പിടിച്ച് നമുക്ക് വേണമെങ്കിൽ ഈ ബസ് സ്റ്റോപ്പിലോട്ട് പോകാം. അങ്ങനെ ഞാൻ തിരിച്ചിറങ്ങിയപ്പോൾ ഒരു 6 മണിയായി. വൈകിട്ട് 6 മണിയായപ്പം ഞാൻ ഇതൊരു ടീ ജംഗ്ഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിന് 1/2 കിലോമീറ്റർ മുകളിലോട്ട് പോയാലേ നമുക്ക് ഓട്ടോറിക്ഷ പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഒരു 2-3 കിലോമീറ്റർ, 50 രൂപ പോയിൻ്റാണ്, എത്ര കിലോമീറ്റർ ഇടുമെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ എന്ത് വേണം, ഓട്ടോറിക്ഷ പോയി വിളിക്കണോ അതോ നടന്നു പോകണോ, കാലിയോട്ടം കിട്ടാനൊന്നും സാധ്യതയില്ല എന്നിങ്ങനെ ചിന്തിച്ച് ഞാനിങ്ങനെ നിൽക്കും. ഒരു ടീ ജംഗ്ഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അന്നേരം പെട്ടെന്നൊരു ഓട്ടോറിക്ഷ എൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തോട്ട് തിരിഞ്ഞിങ്ങനെ വന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇന്ന സ്ഥലത്തോട്ടാണോ? ഒന്ന് കയറിക്കോളാൻ പറഞ്ഞു. ഞാനില്ല കയറി. ഒരു 3 കിലോമീറ്ററോളം ഉണ്ടോ, ആ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് എന്നെ ഇറക്കി. അപ്പം ഞാൻ അതുപോലെ ഒരു 10-20 രൂപ എടുത്ത് ഞാൻ കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കാലിയോട്ടോ വന്നതല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അയ്യോ ഞാൻ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ചോദിച്ചു എത്ര എന്ന് പറഞ്ഞു. ചോദിച്ചപ്പോൾ പറഞ്ഞു 50 രൂപയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ 200 500 ഉണ്ട്. ഞാനത് എടുത്ത് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓ ചേഞ്ച് ഒന്നും എൻ്റെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം ഓടിയ ആളിൻ്റെ അത്രയും ചേഞ്ച് ഇല്ലാതിരിക്കുമല്ല. അന്നേരം ഞാൻ പറയുന്ന വെയിറ്റ് ചെയ്യുക, കടയിൽ ചെന്ന് ഞാൻ ചേഞ്ച് ആക്കി കൊണ്ടുതരാമെന്ന് പറയും. ഓ വേണ്ട, പൈസ ഒന്നും വേണമെന്ന് പറയും. ഇദ്ദേഹം പെട്ടെന്ന് അങ്ങ് തിരിച്ചു പോയി. എനിക്ക് അന്നേരം ഒന്നും സ്പെഷ്യലായിട്ടൊന്നും തോന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ കേൾക്കുന്ന ശ്രോതാക്കളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമുക്ക് സാധാരണ ഒരു ഓട്ടോ കിട്ടണമെങ്കിൽ നമ്മൾ ഒന്നീ കാലിയോട്ടോ വിളിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഓട്ടോ സ്റ്റാൻഡിൽ ചെന്ന് ഓട്ടോയെ വിളിക്കണം, അല്ലെങ്കിൽ അതുവഴി അങ്ങനെ പോകുന്ന ഓട്ടോ നമ്മൾ കൈകൊട്ടി വിളിക്കുകയും ഒക്കെ ചെയ്യും. ഇതൊന്നുമില്ല, കാലിയോട്ടോ ഞാൻ വിളിച്ചുമില്ല. ഞാൻ പിന്നെ അവിടെ അവിടെ ഓട്ടോ സ്റ്റാൻഡിൽ ചെന്ന് വിളിച്ചുമില്ല, ഒന്നുമില്ല. പിന്നെ അങ്ങനെ വന്നാൽ ഞാൻ നിന്നിടത്താ ഓട്ടോ. എനിക്കറിയത്തില്ല. ഞാൻ ചിന്തിച്ച് നോക്കിയപ്പം അത് ദൈവത്തിൻ്റെ കാര്യമല്ല, ദൈവത്തിൻ്റെ ദൂതനല്ലാതെ ആരാ? അല്ലെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് വിട്ടിട്ട് റിട്ടേൺ പോയതാണെങ്കിൽ തന്നെ അത് അങ്ങ് പടിഞ്ഞാറോട്ടങ്ങ് പോയാൽ മതി. ഞാൻ നിൽക്കുന്ന കിഴക്ക് സൈഡിലോട്ട് ഇറങ്ങി എൻ്റെ അടുത്ത് വരേണ്ട കാര്യമില്ല. എനിക്കത് പിന്നെ ഓർത്തപ്പോൾ എന്തോ ഒരു സർപ്രൈസായി. അങ്ങനെ ദൈവം ദൂതനെ അയച്ച് നമ്മളെ വിടിവെക്കും. അങ്ങനെ പല അവസരങ്ങളും എനിക്ക് തന്നെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, പന്തളത്തേക്ക് ഒരു ദിവസം ഒരു ഓട്ടോ അടിച്ച് തെറിപ്പിച്ചതാണ്. അതൊന്നും പറ്റിയില്ല. പിന്നെ ഞാനിങ്ങനെ ജോലിക്ക് പോയിട്ട് വരുന്ന സമയത്ത് ഞാൻ യാത്ര ചെയ്ത ബസ്സിലാണെങ്കിൽ ഒരു പാലുവണ്ടി വന്ന് ഇടിച്ചിട്ട് ആ വണ്ടി അത് തരിപ്പണമായിപ്പോയി. പക്ഷേ പിന്നെ അതിൻ്റെ ഓണറെല്ലാം വന്ന് ഓരോ പാർട്സ് പറക്കിക്കൊണ്ട് പോകുമായിരുന്നു. പക്ഷേ എനിക്കൊന്നും പറ്റിയില്ല. അതാണ് ദൈവം ദൂതനെ അയച്ച് നമ്മളെ വിടുവിക്കുക. എത്ര അനുഭവങ്ങളാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത്. അപ്പം നമ്മളെ എല്ലാ അവസരങ്ങളും വിടുവിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കേൾക്കാം. ഇത് കഴിഞ്ഞ മാസം തന്നതാണ് ഈ 2-3 വരി. അതിൻ്റെ കൂടെ ഞാൻ അപ്പം ആദ്യം ഫസ്റ്റ് പാടിയ പാട്ടെന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ഒരു 4 വരി തന്നു, ചൊവ്വാഴ്ച ഒരു സ്റ്റാൻസ് റെഡിയാക്കി, ബുധനാഴ്ച ഒരു സ്റ്റാൻസ് റെഡിയാക്കി. അങ്ങനെ കിച്ചണിൽ നിന്നപ്പോഴാണ്
ഒരിടത്ത് കുക്കിംഗ് നടക്കും, ഒരിടത്ത് പുറമേ കുക്കിംഗ് നടക്കും, മറു സൈഡിൽ ഇതുപോലെ പാട്ട് കമ്പോസിങ് നടക്കുക. അങ്ങനെയാണ് എൻ്റെ കാര്യം. അല്ലാതെ എനിക്ക് അല്ലാതെ സമയമൊന്നും വലുതായിട്ട് കിട്ടാറില്ല. അങ്ങനെ ഈ പാട്ടിൻ്റെ ഈ 2 വരി ഞാൻ എടുത്തിട്ട് 1-2 സ്റ്റാൻസോടൊക്കെ ചേർത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തട്ടിക്കൂട്ടിയ പാട്ട് പാടിത്തരികയാണ്. എല്ലാവരും ദൈവമായ കർത്താവ് ധാരാളമേ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് നമ്മളെ എല്ലാ അവസരങ്ങളും വിടുവിച്ച ദൈവത്തിന്, ദൂതനെ അയച്ച് വിടുവിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കേൾക്കാം. യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിനെ പാലിക്കുന്നു. നിങ്ങൾക്കായി പാടുന്നു സൂസൻ ഉളനൂർ. യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിനെ പാലിക്കുന്നു. യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിനെ പാലിക്കുന്നു. എല്ലാ നാളും കരുതി നടത്താൻ യേശുവുണ്ടേ, എല്ലാ നാവും ചേർന്ന് പാടാ ഹല്ലേലൂയ. എല്ലാ നാളും കരുതി നടത്താൻ യേശുവുണ്ടേ, എല്ലാ നാളും ചേർന്ന് പാടാ ഹല്ലേലൂയ. യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിനെ പാലിക്കുന്നു. യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിനെ പാലിക്കുന്നു. എല്ലാ നാളും കരുതി നടത്താൻ യേശുവുണ്ടേ, എല്ലാ നാവും ചേർന്ന് പാടാ ഹല്ലേലൂയ. യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിനെ പാലിക്കുന്നു. അനർത്ഥങ്ങളേറെ കടന്നുപോയി, ഒന്നുമേ വ്യസനകരമായതില്ല. അനർത്ഥങ്ങളേറെ കടന്നുപോയി, ഒന്നുമേ വ്യസനകരമായതില്ല. ആപത്തനർത്ഥങ്ങൾ അണയുന്ന നേരം വലങ്കാരം നീട്ടി തുണയ്ക്കുമാവെന്ന. യേശു എന്നെ സ്നേഹിക്കുന്നു, യേശുവിനെ പാലിക്കുന്നു. യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിനെ പാലിക്കുന്നു. എല്ലാ നാളും കരുതി നടത്താൻ യേശുവുണ്ടേ, എല്ലാ നാവും ചേർന്ന് പാടാ ഹല്ലേലൂയ. എല്ലാ നാളും കരുതി നടത്താൻ യേശുവുണ്ടേ, എല്ലാ നാളും ചേർന്ന് പാടാ ഹല്ലേലൂയ. യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിനെ പാലിക്കുന്നു. ആകുല ചിന്തകളേറിടും നേരം ആശ്വാസദായകനരികിൽ വരും. ആകുല ചിന്തകളേറിടും നേരം ആശ്വാസദായകനരികിൽ വരും. തിരുമാറോടണച്ചെന്നെ ആശ്ലേഷമേകും. ഓ എൻ്റെ യേശു എത്ര സ്നേഹം, തിരുമാറോടണച്ചെന്നിൽ ആശ്ലേഷമേകും. ഓ എൻ്റെ യേശു എത്ര സ്നേഹം. യേശു എന്നെ സ്നേഹിക്കുന്നു, യേശു എന്നെ പാലിക്കുന്നു. എല്ലാ നാളും കരുതി നടത്താൻ യേശുവുണ്ടേ, എല്ലാ നാവും ചേർന്ന് പാടാ ഹല്ലേലൂയ. എല്ലാ നാളും കരുതി നടത്താൻ യേശുവുണ്ടേ, എല്ലാ നാവും ചേർന്ന് പാടാ ഹല്ലേലൂയ. യേശു എന്നെ സ്നേഹിക്കുന്നു, യേശു എന്നെ പാലിക്കുന്നു.